നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മന്ത്രി കെ ഗണേഷ് കുമാറിന്റെ കാലിൽ പിടിച്ച് മന്ത്രിസ്ഥാനം രാജിവെപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM ഭക്തസംഘവും. ഗണേഷ് രാജിവെച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകുമെന്ന സൂചന പുറത്തുവന്നു കഴിഞ്ഞു. അതിനിടയിൽ ഒരു പ്രമുഖ നായർ സമുദായ നേതാവിന്റെ മകളാണ് കാമുകി എന്ന തരത്തിലുള്ള വാർത്തകളും ചില ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. സർക്കാരും CPM-ഉം ഭരണത്തിന്റെ അവസാന നാളുകളിൽ ആടി ഉലയുന്ന കാഴ്ചയാണ് കാണുന്നത്. താൻ രാജിവെക്കില്ലെന്നും നിർബന്ധിക്കുകയാണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമെന്നുമാണ് ഗണേഷിന്റെ ഭീഷണി. മന്ത്രിയുടെ വാളകത്തെ വീട്ടിൽ അറിയിപ്പില്ലാതെ എത്തിയ ഭാര്യ ബിന്ദു മേനോൻ കണ്ട ചില കാര്യങ്ങൾ പറയാൻ പോലും കഴിയാത്തതാണ് എന്ന് അവർ മാധ്യമങ്ങളോട് സംസാരിക്കവേ അറിയിച്ചിരുന്നു. എന്നാൽ താൻ കണ്ട കാഴ്ചകൾ ഫോട്ടോ എടുത്തു വെക്കാൻ അവർ മറന്നില്ല. BJP നേതാവ് മുൻ IPS ഉദ്യോഗസ്ഥയുമായ തിരുവനന്തപുരത്തെ വാർഡ് കൗൺസിലറുമായ ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നു അവർ. തന്റെ മന്ത്രിസ്ഥാനം ഇല്ലാതാക്കിയാൽ സോളാർ കേസിൽ CPM നടത്തിയ കരുനീക്കങ്ങൾ ജനങ്ങളെ അറിയിക്കുമെന്ന ഗണേഷിന്റെ ഭീഷണിയാണ് CPM ഭയക്കുന്നത്. ഉമ്മൻചാണ്ടിയെ സോളാറിൽ കുരുക്കിയത് ഗണേശനാണ് എന്ന് എല്ലാവർക്കും അറിയാം. പിണറായി ആയിരുന്നു ഇതിന് പിന്നിലെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഇലക്ഷന് കാലത്ത് ഇക്കാര്യം പുറത്ത് അറിഞ്ഞാൽ കുഴപ്പമാകും. അതിനാൽ കാലിൽ പിടിച്ച് രാജിവെപ്പിക്കും. ഗണേശൻ ലോകത്തിന് മുഴുവൻ വെറുക്കപ്പെട്ടവനാണെന്ന് കോൺഗ്രസും ഇടതുമുന്നണിയിലെ നിരവധി നേതാക്കളും വിശ്വസിക്കുന്നു. അവസാന കാലയളവിലാണ് അദ്ദേഹത്തെ മന്ത്രിയാകാൻ CPM-ൽ പിണറായി സമ്മർദ്ദം ചെലുത്തിയത്. പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും നിരവധി CPM നേതാക്കൾക്കും ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്നു. എന്നാൽ ഇത് ചെയ്തേ തീരൂ എന്നാണ് പിണറായിയുടെ നിലപാട്. പിണറായിയെ അന്നും ഗണേശൻ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഫെനി ബാലകൃഷ്ണന്റെ പത്രസമ്മേളനമാണ് ഗണേശനെ കുടുക്കിയത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട അതിജീവിത കത്തെഴുതിയിട്ടില്ലെന്നാണ് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ശരണ്യ മനോജാണ് ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേര് എഴുതി ചേർത്തത് എന്നാണ് അറിയുന്നത്. എഴുതി ചേർത്ത കത്ത് എഴുതിയതെന്നും ഫെനി ബാലകൃഷ്ണൻ അന്ന് വ്യക്തമാക്കിയിരുന്നു. പരാതിക്കാരി പത്തനംതിട്ട ജയിലിൽ നിന്നും കോടതിയിൽ നൽകാൻ ഏൽപ്പിച്ചത് ഒരു ഡ്രാഫ്റ്റാണ്. ആ ഡ്രാഫ്റ്റുമായി പുറത്തിറങ്ങിയപ്പോൾ ശരണ്യ മനോജും ബാലകൃഷ്ണപിള്ളയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പരാതിക്കാരി വാർത്താ സമ്മേളനം നടത്തിയത്. വഴിമധ്യേ ശരണ്യ മനോജാണ് ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേര് എഴുതി ചേർത്തത്. ഗണേഷ് കുമാറിന് മന്ത്രിയാവാൻ കഴിഞ്ഞില്ല. അതിനാൽ മുഖ്യനെ താഴെ ഇറക്കണമെന്ന് ശരണ്യ മനോജ് തന്നോട് പറഞ്ഞുവെന്നും ഫെനി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ശരണ്യ മനോജും പ്രദീപുമാണ് ഗൂഢാലോചനയിലെ മുഖ്യ കണ്ണിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. CD ഉൾപ്പെടെ പല തെളിവുകളും തന്റെ കയ്യിൽ ഉണ്ടെന്നും ആ തെളിവ് ലഭിക്കാൻ പലരും സമീപിച്ചിരുന്നെന്നും ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. എനിക്ക് ഗണേഷ് കുമാർ പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥാനം വരെ വാഗ്ദാനം ചെയ്തിരുന്നു. പരാതിക്കാരിക്ക് വേണ്ടി വക്കീൽ ഫീസ് തന്നിരുന്നത് ഗണേഷിന്റെ PA ആണെന്നും ഫെനി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഇത്തരത്തിൽ ഗണേഷിന്റെ ജീവിതം പ്രതിസന്ധിയിലായപ്പോഴാണ് സഹായവുമായി ഇടതുമുന്നണി എത്തിയത്. NSSന്റെ തലയിൽ ഗണേഷിന്റെ മന്ത്രിസ്ഥാനം കെട്ടിവെച്ചു. നായർ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് ഗണേഷ്. എന്നാൽ പല NSS നേതാക്കൾക്കും ഗണേഷിനോട് അനിഷ്ടമുണ്ട്. യുവ നേതാക്കളിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. മലയാള സിനിമയിൽ ഗണേശൻ എന്ന പേരിൽ വർഷങ്ങളോളം അഭിനയിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം. 2001 മെയ് മാസത്തിൽ പത്തനാപുരത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് ക്യാബിനറ്റിലേക്ക് എത്തിയ ഗണേഷ് കുമാർ AK ആന്റണി മന്ത്രിസഭയിൽ തിളക്കമാർന്ന നേട്ടം കൈവരിച്ച മന്ത്രിയായി. രാഷ്ട്രീയത്തിൽ നവാഗതനായിരുന്നുവെങ്കിലും തകർന്നടിഞ്ഞു കിടന്ന KSRTC വളരെ മികച്ച ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചു. എന്നിരുന്നാലും വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ ഗണേഷ് കുമാറിന്റെ കരിയറിനെ ബാധിക്കുന്നത് തുടർന്നു. ഗാർഹിക പീഡനത്തിന്റെയും വിവാഹേതര ബന്ധത്തിന്റെയും ആരോപണങ്ങൾ നിറഞ്ഞതായിരുന്നു ഡോക്ടർ യാമിനി തങ്കച്ചിയുമായുള്ള ഗണേഷ് കുമാറിന്റെ വിവാഹബന്ധം. പിരിയാനുള്ള കാരണം ക്യാബിനറ്റ് പോസ്റ്റ് നഷ്ടമാക്കുന്നതിലേക്ക് നയിച്ചു. പ്രശ്നങ്ങളായിരുന്നു ഈ കുടുംബ ജീവിതത്തിൽ ഗണേഷ് കുമാർ നേരിട്ടത്. 1994 മെയ് മാസത്തിലാണ് അന്ന് ഗവേഷകനായിരുന്ന യാമിനി തങ്കച്ചിയെ ഗണേഷ് കുമാർ വിവാഹം ചെയ്തത്. ഈ ബന്ധത്തിൽ 2 ആൺമക്കളുടെ അച്ഛനമ്മമാരാണ് ഇവർ. ഒരിക്കൽ അകന്നു ജീവിച്ച ഇവർ ഒന്നിച്ചുവെങ്കിലും ഒടുവിൽ വിവാഹമോചനത്തിൽ എത്തുകയായിരുന്നു. ഒരു റിപ്പോർട്ട് പ്രകാരം യാമിനി തങ്കച്ചി 200 മില്യൺ രൂപ വിവാഹമോചനത്തിനുള്ള ജീവനാംശമായി ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ ഇടക്കാല ജീവനാംശമായി 25 ബില്യണും ആവശ്യപ്പെട്ടു. ഗാർഹിക പീഡനം ആരോപിച്ചാണ് യാമിനി തങ്കച്ചി വിവാഹമോചന ഹർജി സമർപ്പിച്ചത്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മുൻപാകെ യാമിനി തങ്കച്ചി രേഖാമൂലം പരാതി നൽകി. തുടർന്ന് 2013 ഏപ്രിൽ മാസത്തിൽ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ചു. കേസ് കോടതിയിൽ എത്തിയെങ്കിലും തിരുവനന്തപുരത്ത് അവർ താമസിച്ചിരുന്ന വീടും വലിയ ഒരു തുക
നഷ്ടപരിഹാരവുമായി നൽകിയ ശേഷം യാമിനിൽ നിന്നും ഗണേഷ് കുമാർ വിവാഹമോചനം നേടി. നഷ്ടപരിഹാരം നൽകിയ ശേഷം 2013 അവർ വിവാഹമോചിതരായി. 2014 ജനുവരിയിൽ കൊട്ടാരക്കരയിലെ തറവാട് വീട്ടിൽ വെച്ച് 47-കാരനായ ഗണേഷ് കുമാർ വളരെ വേണ്ടപ്പെട്ടവർ മാത്രം പങ്കെടുത്ത ചടങ്ങിൽ മാധ്യമ സ്ഥാപനത്തിന്റെ വിദേശ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായ ബിന്ദു മേനോനെ വിവാഹം ചെയ്തു. വളരെ കുറച്ചുപേർക്ക് മാത്രമേ ഇവിടേക്ക് ക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. നിലവിലെ മന്ത്രിസ്ഥാനത്തിനായി സത്യപ്രതിജ്ഞ ചെയ്ത വേളയിൽ ബിന്ദു ഗണേഷ് കുമാറിനെ പ്രകീർത്തിച്ച് സംസാരിച്ച വാക്കുകൾ ശ്രദ്ധേയപ്പെട്ടിരുന്നു. മന്ത്രി KB ഗണേഷ് കുമാറിനെ വാളകത്തെ വീട്ടിൽ മോശം സാഹചര്യത്തിൽ കണ്ടതും ഇതേ ഭാര്യ ബിന്ദു തന്നെയാണ്. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും അവർ പറയുന്നു. ഗണേഷിന്റെ സഹായികൾ തടഞ്ഞുവെച്ച് മൊബൈൽ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് സംഭവസ്ഥലത്തെത്തിയെങ്കിലും ഇടപെടാതെ മുങ്ങിക്കളയുകയായിരുന്നു അവർ ചെയ്തതെന്നും ബിന്ദു ആരോപിക്കുന്നു. മാധ്യമങ്ങളുടെ മുന്നിൽ തനിക്കെതിരെ ഗണേഷ് കുമാർ പറഞ്ഞതുകൊണ്ട് എല്ലാം തുറന്നു പറയുകയാണ്. 2014 വിവാഹം കഴിഞ്ഞതു മുതൽ ഗണേഷ് കുമാറുമായി പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനു മുൻപും പല സ്ത്രീകളുടെയും പേരിൽ ഗണേഷ് കുമാറുമായി തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഞാൻ ആരൊക്കെ വിളിക്കുന്നുവെന്ന് അറിയാൻ എന്റെ ഫോൺ അടക്കം ട്രാക്ക് ചെയ്തു. എനിക്ക് പലരുമായി ബന്ധമുണ്ടെന്നും പറഞ്ഞ് കൺട്രോൾ ചെയ്ത് നിർത്തും. പലരുടെയും കൂടെ അമേരിക്കയ്ക്ക് പോയി, ദുബായിക്ക് പോയി, ഇങ്ങനെ പലതും എനിക്കെതിരെ പറയും. എനിക്ക് സംശയരോഗമാണ് എന്ന് എന്റെ വീട്ടുകാരോടും എല്ലാവരോടും പറയുമെന്നും ബിന്ദു പറയുന്നു. മന്ത്രിക്ക് പലരുമായി ബന്ധമുണ്ടെന്ന് അറിയാമായിരുന്നു. ശനിയാഴ്ച ഞാൻ ആരോടും പറയാതെ വാളകത്തെ വീട്ടിൽ പോയി. വാതിൽ തുറന്നു. ശാന്തൻ എന്ന ഡ്രൈവറെ കണ്ടു. ഞാൻ ബെഡ്റൂമിൽ പോയി കണ്ടത് വളരെ മോശം സാഹചര്യമായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ശാന്തൻ എന്നെ തടയാൻ ശ്രമിച്ചു. എല്ലാത്തിനും ചിത്രങ്ങൾ എന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്നും അവർ പറയുകയാണ്.